ഹായ് എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു റെക്കോർഡ് സെഷനാണ്. അപ്പോൾ നമ്മൾ CGL-ന് വേണ്ട പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിതാ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. എക്സാം ഒരുപാട് നമുക്ക് സമയമുണ്ട് അല്ലേ? എക്സാമിന് വേണ്ടി നമുക്ക് ഒത്തിരി സമയമുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ഹറിബറിയായിട്ട് വൊക്കാബ്സും കാര്യങ്ങളൊന്നും പഠിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് CGL-ന് വേണ്ടി ചെയ്യാവുന്നത് അല്ലേ? അപ്പോൾ യെസ്, ഇതിപ്പോൾ റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ ഇത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും GD-യുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നൊക്കെ ഒന്ന് താഴെ കോമെൻറ്റ് ചെയ്ത് പറയാം. ആൻഡ് ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്, അതായത് ഒരു 20 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം. CGL-ന് മസ്റ്റായിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ വൊക്കാബുലറി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ മാക്സിമം പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ദിശ ഓൺലൈൻ എന്നുള്ള നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, റെക്കോർഡ് സെഷൻസ് കിട്ടും, മെൻറ്ററിംഗ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് SSC റെയിൽവേ ബാങ്കിൻ്റെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ് 3 നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്, ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കുക. ഈവൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നമ്പർ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സോൾട്ട് ഓഫ് ദി എർത്ത്, ഭൂമിയിലെ ഉപ്പ്. അങ്ങനെ ഒരു മൂവി ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. ദ സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എക്സ്പെക്ട് സംതിങ് ഇൻ റിട്ടേൺ, വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ്, ടു സപ്പോർട്ട് സംവൺ, നീറ്റ് ആൻഡ് ക്ലീൻ. എന്താണ്? ഓക്കെ, ദ സോൾട്ട് ഓഫ് ദി എർത്ത്, ഉപ്പ് അല്ലെ? ഈ ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ? അപ്പോൾ ഭൂമിയിലെ ഉപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഭയങ്കര നല്ലവരായിട്ടുള്ളവരെ, നല്ല സത്യസന്ധരായിട്ടുള്ളവരെയാണ് നമ്മൾ ഭൂമിയിലെ ഉപ്പ് എന്ന് പറയുന്നത്. കാരണം ഉപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കറിക്കകത്താണെങ്കിലും നമുക്ക് ഉപ്പ് കൂടിയേ തീരും. ഉപ്പ് കൂടാൻ പാടില്ല, പക്ഷേ ഉപ്പ് ഉണ്ടെങ്കിലേ ആ കറിക്കൊരു ടേസ്റ്റ് ഉള്ളൂ അല്ലേ? അപ്പോൾ അതേപോലെ ഭൂമിയിലെ ഉപ്പ് എന്ന് പറയുന്നത് അതുപോലത്തെ നല്ലവരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ആളുകളെയാണ്. വെരി ഗുഡ്, ഓണസ്റ്റ്, റീസണബിൾ ആയിട്ടുള്ള ആളുകൾ. ഇപ്പം നമ്മൾ ചില ആളുകളെ നോക്കി നമ്മൾ പറയും, ദേ ആർ സച്ച് എ ലവ്ലി കപ്പിൾ, ദേ ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. അവർ അത്രയ്ക്കും നല്ല മനുഷ്യരാണ്, നല്ല ഓണസ്റ്റ് ആയിട്ടുള്ള നല്ല മനുഷ്യരാണ്. അപ്പം നല്ല മനുഷ്യരെ നമുക്ക് എന്ത് വിളിക്കാം? സോൾട്ട് ഓഫ് ദി എർത്ത്. വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ്, ഓപ്ഷൻ ബി. അപ്പോൾ ഓർത്തിരിക്കുക, ഭൂമിയിലെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നല്ലവരായിട്ടുള്ള മനുഷ്യരെ, ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. കേട്ടോ? യെസ്, ശരി. അതിൻ്റെ പുറകിൽ വേറൊരു കഥയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഉപ്പെന്ന് പറയുന്നുണ്ടല്ലോ, ഈ സോൾട്ട് നമ്മളൊരു പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായോ? ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറോഷനൊക്കെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് അതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കൈൻഡ്നെസ് അല്ലെങ്കിൽ ലവ്, സാക്രിഫൈസിൻ്റെ ഒക്കെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഇറോഷനെ കുറയ്ക്കുന്നു, ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം പ്രത്യാശ, ഹോപ്പ്, അതിൻ്റെയൊക്കെ ഒരു എന്ന് വെച്ചാൽ ഒരു നല്ല രീതി, എല്ലാ നെഗറ്റീവ്സും വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു കാര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സോൾട്ടിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കേട്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെ പല പല കഥകളുണ്ട് ഇതിനകത്ത്. അടുത്തത്, ഫീൽ ബ്ലൂ. എന്താണ് ആ ഇഡിയത്തിൻ്റെ മീനിങ്? ഫീൽ ബ്ലൂ. നിങ്ങളിതിപ്പോൾ റെക്കോർഡഡ് ആയിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഒന്ന് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിനാണെങ്കിലും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ഫീൽ ബ്ലൂ, ഇത്ര ആലോചിച്ച് നോക്കിക്കേ, ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഭയങ്കര ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഡാർക്ക് ബ്ലൂ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ, സാധാരണ പോയറ്റ്, കവി സാധാരണ ഈ ബ്ലൂ കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു വിഷമം കാണിക്കാനാണ് ആ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ഇങ്ങനെ ആലോചിച്ചാൽ മതിയേ. ഈ നൈറ്റ് ടൈമിലെ കടൽ നോക്കിക്കഴിഞ്ഞാൽ
ഡാർക്ക് ബ്ലൂ. നമ്മളിപ്പോൾ ബ്ലാക്ക് എന്ന് നമുക്ക് ഫീൽ ചെയ്താലും ശരിക്കും അതൊരു ഡാർക്ക് ബ്ലൂ ആണ് അല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും ചില ആളുകളൊക്കെ കടലിൽ പോയി, കടലിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഒന്ന് ഓപ്പണായിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഈ ബ്ലൂ, ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമുള്ള സമയത്താണ് നമ്മളങ്ങനെ ഫീൽ ബ്ലൂ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആ ഒരു ഡീപ്പ് ബ്ലൂ ഓഷൻ്റെ ഉണ്ടല്ലോ, അത് രാത്രിയും കൂടെ ആകുമ്പോൾ ആ ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ടല്ലോ, അതാ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ അൺഹാപ്പി ആണ്, അതിനെയാണ് ആ ഒരു ഡിപ്രസ് സ്റ്റേജിനാണ് നമ്മൾ ഫീൽ ബ്ലൂ എന്ന് പറയുന്നത്. ഫീൽ ബ്ലൂ. അപ്പോൾ നമ്മൾ ഭയങ്കര വറീഡാണ്, വിഷമമാണ്, അതാണ് ആ ബ്ലൂവിന് അങ്ങനെ ഒരു സെൻസ് ഉണ്ട് കേട്ടോ, ടു ഫീൽ ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. അടുത്തത് പോയിന്റ് ബ്ലാങ്ക്. അതെനിക്കൊന്ന് മിക്കവാർക്കും അറിയാവുന്ന ഒന്നാന്ന് തോന്നുന്നു. പോയിന്റ് ബ്ലാങ്ക് കേട്ടിട്ടുണ്ടോ? പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ബ്ലാങ്ക്. ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ചിലത് നമ്മൾ വിചാരിക്കുന്ന മീനിങ് ആയിരിക്കില്ല, ഒരു ബന്ധമില്ലാത്ത സംഭവമായിരിക്കും. പോയിന്റ് ബ്ലാങ്ക്. രാഹുൽ വാസ് ആസ്ക്ഡ് പോയിന്റ് ബ്ലാങ്ക് ഇഫ് ഹി വുഡ് റിസൈൻ. രാഹുൽ വാസ് ആസ്ക്ഡ് പോയിന്റ് ബ്ലാങ്ക് ഇഫ് ഹി വുഡ് റിസൈൻ. ഞാൻ എഴുതി തരാം അപ്പോൾ പിന്നെ കുറച്ചുകൂടി. രാഹുൽ വാസ് ആസ്ക്ഡ് പോയിന്റ് ബ്ലാങ്ക്, പോയിന്റ് ബ്ലാങ്ക്, പോയിന്റ് ബ്ലാങ്ക് ഇഫ് ഹി വുഡ് റിസൈൻ. അതായത് ചില സമയത്ത് നമുക്ക് ഈ ഇഡിയംസ് ചോദിക്കുന്നത് നേരിട്ട് ഈ പറയുന്ന പോലെ ഇഡിയം തന്നിട്ട് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല തരുന്നത്. ചില സമയത്ത് നമുക്കിതുപോലെ സെൻറ്റൻസിനകത്തും നമുക്ക് തരും ഇഡിയം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? എന്തായിരിക്കും? രാഹുലിൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു, നിന്നെ കൊണ്ട് റിസൈൻ ചെയ്യാൻ പറ്റുമോ അല്ലേ? അപ്പം നേരിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അല്ലേ, ഭയങ്കര ഡിറക്റ്റ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, ഓപ്പൺ ആയിട്ട്, സ്ട്രെയിറ്റ് ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചു എന്നാണ്, നിന്നെ കൊണ്ട് റിസൈൻ ചെയ്യാനായിട്ട് പറ്റുമോ അല്ലേ. സോ വെരി ഡെഫിനറ്റ് ആൻഡ് ഡിറക്റ്റ്. അപ്പോൾ ഭയങ്കര ഓപ്പൺ ആയിട്ട്, ഓപ്പൺലി, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, അതിനെയാണ് ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുന്നതിനെയാണ് നമ്മൾ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ബ്ലാങ്കിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. അതായത് ഈ മുൾമുനയിൽ നിർത്തുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ മുൾമുനയിൽ നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഭയങ്കര സ്ട്രെയിറ്റ്. കാരണം ഇപ്പോൾ ഗണ്ണൊക്കെ വെച്ച് പോയിന്റ് ബ്ലാങ്ക് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ആ ഒരു കാഞ്ചി അല്ലേ, അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ തീർന്നു, അത്രയും സ്ട്രെയിറ്റ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സെൻസിലാണ് നമ്മളിവിടെ പറയുന്നത്. പോയിന്റ് ബ്ലാങ്ക് ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കട്ട് അബവ്. എന്താ എ കട്ട് അബവ്? ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഒരു ഇഡിയം പഠിക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ചുമ്മാ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ, അതിൻ്റെ ഹിസ്റ്ററി, ഒറിജിൻ എന്താണെന്ന് നോക്കിയാൽ മതി. രസകരമായിട്ടുള്ള പല പല കഥകളും കാണും. അതിൽ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കഥകൾ കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ചുമ്മാ ഒന്ന് വായിച്ച് നോക്കുക. കഥകൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കുറേ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കട്ട് അബവ് എന്ന് പറഞ്ഞാൽ rather superior to, tough situation, to be idle, ഭയങ്കര ലേസി ആയിട്ടിരിക്കുന്നതാണോ, to object at something ആണോ? ഓക്കെ, a cut above, a cut above, ഒരു പടിക്ക് മുമ്പ് അല്ലേ, മുന്നിൽ, ഒരു പടിക്ക് മുന്നിൽ എന്നാണ് a cut above എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചുകൂടെയും സുപ്പീരിയർ ആണ് എന്നാണ്. അത് ഒരു പൊടിക്ക് നല്ലതാണ് എന്ന് നമ്മൾ പറയും അല്ലേ. ഇപ്പം ഞാൻ പറയാം, ഓൾ ഹിസ് ബുക്സ് ആർ ഗുഡ് ബട്ട് ദിസ് വൺ ഇസ് എ കട്ട് അബവ്. ഓൾ ഹിസ് ബുക്സ് ആർ ഗുഡ് ബട്ട് ദിസ് വൺ ഇസ് എ കട്ട് അബവ്. അയാളുടെ എല്ലാ ബുക്സും നല്ലതാണ്, പക്ഷേ ഇത് ഒരു പടിക്ക് മുന്നിലാണ്, മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടെയും ബെറ്റർ ആണ് എന്നുള്ളൊരു മീനിങ് ആണ്. സുപ്പീരിയർ ഇൻ ദ സെൻസ് കുറച്ചുകൂടെയും നല്ലതാണ്, ബെറ്റർ ആണ് എന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി ആണ് എന്നതാണ് കട്ട് അബവ്. ഓക്കെ, ബലൂൺ ഗോസ് അപ്പ്. ഇതൊക്കെ ഇഡിയമാണോ? അതാണ്, ചിലർക്ക് ഇതൊക്കെ ഇഡിയമാണെന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. അപ്പം ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻറ്റൻസിനകത്ത് വേണമെങ്കിലും തന്നിട്ട് അങ്ങനെയും ചോദിക്കാം കേട്ടോ.
ഓക്കെ, പോരട്ടെ. വാട്ട് ഈസ് ദി ആൻസർ? വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇഡിയത്തിൻ്റെയും പുറകിൽ നമ്മളിപ്പം പല റീൽസ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ BTS കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ ഇങ്ങനത്തെ ഓരോ ഇഡിയം, ഒരു പഴഞ്ചൊല്ല് വന്നാലായിക്കോട്ടെ, ഒരു കടങ്കഥ വന്നാലായിക്കോട്ടെ, ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ആ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, പറയൂ. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഈ ബലൂൺ ഗോസ് അപ്പിൻ്റെ എങ്ങനെയാണ് അതിനൊരു കഥ അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വേൾഡ് വാർ, ഓക്കെ, ആ സമയത്താണ് ഈ എക്സ്പ്രഷൻ വരുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടീഷ് സൈന്യം, ഓക്കെ, ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ബ്രിട്ടീഷ് ആർമി അവർ ഒരു ബലൂൺ മുകളിലോട്ട് വിട്ടു. ഓക്കെ, അപ്പോൾ ആ ബലൂൺ മുകളിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം, ടു ഓപ്പൺ ഫയർ, യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ അന്നൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഫോണിലോ വോക്കി ടോക്കിയിലോ കൊറിയറിലോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ബലൂൺ മുകളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫയർ, ഷൂട്ട് എന്നാണ്. അപ്പോൾ സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ്. അപ്പോൾ അൺപ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഷ്യൂ അതിന് തുടക്കം കുറിക്കുന്നതിന് ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഈ ബലൂൺ മുകളിലോട്ട് പോകുന്നത്. മനസ്സിലായി? അപ്പോൾ ഭയങ്കര സീരിയസ് അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ കാണിക്കാൻ വേണ്ടിയാണ് ബലൂൺ ഗോസ് അപ്പ്. അപ്പോൾ അതാണ്, ഇങ്ങനത്തെ ഓരോ കഥകളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഓക്കെ, ശരി. അടുത്ത പാർട്ട് ആൻഡ് പാഴ്സൽ. അത് ഭയങ്കര സിമ്പിളാണ് അല്ലേ? പാർട്ട് ആൻഡ് പാഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, കമോൺ, പാർട്ട് ആൻഡ് പാഴ്സൽ. ഇത് എവിടം തൊട്ട് എവിടം വരെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഡിയംസ് പഠിക്കാവോ അത്രയും പഠിക്കുക. പ്രീവിയസ് ഇയർ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട്, അതും നോക്കി തന്നെ പോവുക. പാർട്ട് ആൻഡ് പാഴ്സൽ. ഇപ്പം ഞാൻ പറയാം, സ്ട്രെസ് ഇസ് എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് മൈ ജോബ്. സ്ട്രെസ് ഇസ് എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് മൈ ജോബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോബിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ് ഈ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നെസസറി ആയിട്ടുള്ള ഒന്നാണ്. അല്ലാണ്ട് ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ല, ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, ഒരാളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുക എന്നല്ല. ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെ, ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു നെസസിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് പാർട്ട് ആൻഡ് പാഴ്സൽ. ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് മൈ ലൈഫ് അല്ലേ. ഒരു ജോബ് ആകുമ്പോൾ അതിനകത്ത് സ്ട്രെസ് ഉണ്ടാകും അല്ലേ. അപ്പം അത് ഇതിൻ്റെ കൂടെയുള്ള ഒന്നാണ്. മനസ്സിലായി? അതാണ് പാർട്ട് ആൻഡ് പാഴ്സൽ എന്ന് പറയുന്നത്. ഒരു എസെൻഷ്യൽ അല്ലെങ്കിൽ ഒരു ബേസിക് എലിമെൻറ്റ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ എന്താ, ട്രാവലിംഗ് ഇസ് എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഹിസ് ജോബ്. ട്രാവലിംഗ് ഇസ് എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഹിസ് ജോബ്. ട്രാവലിംഗ് എന്ന് പറയുന്നത് അയാളുടെ ജോബിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗേറ്റ് ക്രാഷർ. ആ ഐഡിയത്തിൻ്റെ മീനിങ് ഒന്ന് പറയുമോ? ഗേറ്റ് ക്രാഷർ. ഗേറ്റ് ക്രാഷർ. അപ്പോൾ നമ്മുടെ കോഴ്സസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പ് ലിങ്ക്, അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ്, ഇതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഗേറ്റ് ക്രാഷർ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റഡ് ഫ്രണ്ട്. നമ്മൾ ക്ഷണിക്കപ്പെട്ട ഒരു ഫ്രണ്ടാണോ? അൺഇൻവൈറ്റഡ് ഗസ്റ്റ്, ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണോ? എ ഡ്രങ്ക് പേഴ്സൺ, കുടിച്ച ഒരു മനുഷ്യനാണോ? എ മർഡറർ ആണോ? ആരാണ് ഗേറ്റ് ക്രാഷർ? ഗേറ്റ് ക്രാഷർ. ഗേറ്റ് വന്നങ്ങ് ഇടിച്ചു കയറി ഗേറ്റ് തുറന്നും കൊണ്ട് അങ്ങ് പോകും അല്ലേ. എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെടാത്ത അതിഥി തന്നെയാണ്. ഓക്കെ, ഗേറ്റ് ക്രാഷർ. അതായത് അയാളെ വിളിച്ചിട്ടില്ല, അയാൾ അങ്ങ് ഗേറ്റ് തുറന്ന് ഇടിച്ചു കയറി അങ്ങ് അകത്തോട്ട് പോകും അല്ലേ. ആൻ അൺഇൻവൈറ്റഡ് ഗസ്റ്റ്, ക്ഷണിക്കപ്പെടാത്ത അതിഥി, അതാണ് ഗേറ്റ് ക്രാഷർ. അപ്പോൾ അതിപ്പോൾ ഒരു ഫങ്ഷനാവാം, ഒരു ഇവൻറ്റിനാവാം. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു ഇവൻ്റ് ആണെങ്കിൽ അതിന് ടിക്കറ്റ് ഉള്ള ആളായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ചുമ്മാ അങ്ങ് എൻട്രി ആണ്, ആരോടും ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യാണ്ട് അങ്ങനെ കയറുന്ന, ഗേറ്റ് ക്രാഷ് ചെയ്ത് ഗേറ്റ് തുറന്ന് അങ്ങ് കയറുന്ന ഒരാളെയാണ്
ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റിനെയാണ് ഗേറ്റ് ക്രാഷർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇൻട്രൂഡ് ചെയ്ത് അനധികൃതമായി കയറുക എന്നൊക്കെ പറയില്ല, അതാണ്. ഓക്കെ, നെക്സ്റ്റ്, ടു കോൾ ഇറ്റ് എ ഡേ. പറഞ്ഞോ അടുത്തത്, ടു കോൾ ഇറ്റ് എ ഡേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര എണ്ണം പറയാം, ഓക്കെ ഇന്ന് ഒരു 20 എണ്ണം പഠിച്ചോ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കും അല്ലേ. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. ഇതിപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ കഥയെങ്കിലും ഓർത്തിരിക്കും, മിസ് അന്ന് എന്തോ പറഞ്ഞല്ലോ, റിലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു കഥ ഉണ്ടാവണം എന്നില്ല, പക്ഷെ പറ്റുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. Okay, to call it a day means to conclude proceedings, to grieve over, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ, to surrender, എല്ലാം നിർത്തി മതി, സറണ്ടർ ചെയ്യുന്നതാണോ, അതോ to be suspicious, അവനവിടെ പോയോ, ഇങ്ങനെ നടക്കുമോ, എന്താണ്. to call it a day എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, come on let's call it a day and go home, മതി നമുക്ക് നിർത്താം, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം അല്ലേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺക്ലൂഡ് പ്രൊസീഡിങ്സ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നിർത്താം, ഇതാണ്. ഓക്കെ, സറണ്ടർ എന്ന് പറഞ്ഞാൽ കീഴടങ്ങി എന്നാണ്, കീഴടങ്ങി എന്നല്ല. ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഓക്കെ നമ്മൾ നിർത്തി, അത് ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും, നമുക്ക് എന്തെങ്കിലും വയ്യായികയായിരിക്കാം. സോ ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, നിർത്തി, ഞാൻ നിർത്തുക, എന്നെ കൊണ്ട് പറ്റില്ല. ടു സ്റ്റോപ്പ് ചെയ്യുക, ടു ഫിനിഷ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റോപ്പ് ആ ക്ലാസ്സസ് ഓർ ലെറ്റ്സ് ഫിനിഷ് ആ ക്ലാസ്സസ് എന്ന് പറയുന്നതിന് പകരം ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയാം. ഓക്കെ, വിച്ച് മീൻസ് ടു സ്റ്റോപ്പ്, ടു കൺക്ലൂഡ്. ഓക്കെ, ശരി, അടുത്തത് ബോൺ ടു പിക്ക്. ബോൺ ടു പിക്ക്, ഓക്കെ, ബോൺ ടു പിക്ക്. എനിക്കൊരു എല്ല് പറക്കാൻ പോണോ, എന്താണ് ബോൺ ടു പിക്ക്? ഐ ഹാവ് എ ബോൺ ടു പിക്ക് വിത്ത് യു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരാളുടെ അടുത്ത് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്, അപ്പോൾ ആളുടെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണം, മനസ്സിലായോ, അതാണ് ബോൺ ടു പിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പിയർ സഡൻലി, പെട്ടെന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടുക എന്നല്ല, ഒരാളെ റിജക്റ്റ് ചെയ്യുക എന്നല്ല, പിന്നെയോ ഒരു ഒരു വിഷമമുണ്ട്, അപ്പോൾ നമുക്കത് പറഞ്ഞു തീർക്കണം എന്നാണ് അല്ലേ, പറഞ്ഞു തീർക്കണം. അപ്പോൾ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാന്നല്ല, കോസ് ഓഫ് കോറൽ. സത്യം പറഞ്ഞാൽ ഈ സിയും ഡിയും രണ്ടും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ശരിക്കും പറഞ്ഞാൽ ഐ ഹാവ് എ ഗ്രീവൻസ് ദാറ്റ് നീഡ്സ് ടു ബി ടോക്ക്ഡ് ഔട്ട്, അതാണ് ശരിക്കും അതിൻ്റെ ആൻസർ. ഗ്രീവൻസ് ടു ബി ടോക്ക്ഡ് ഔട്ട്, അത് സോർട്ട് ചെയ്യണം, ഒരു വിഷമമുണ്ട്, അത് സംസാരിച്ച് തീർക്കണം. എ ഗ്രീവൻസ് ദാറ്റ് നീഡ്സ് ടു ബി ടോക്ക്ഡ് ഔട്ട്, ദാറ്റ് നീഡ്സ് ടു ബി ടോക്ക്ഡ് ഔട്ട്. അപ്പോൾ സംസാരിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ചിലരിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമല്ലോ, അപ്പോൾ അതങ്ങ് സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ്. അപ്പോൾ അതാണ് ബോൺ ടു പിക്ക് എന്ന് പറഞ്ഞത്. പക്ഷേ ആ എക്സാക്റ്റ് ആൻസർ അവിടെ ഇല്ല. അപ്പോൾ എന്താണ്, കോസ് ഓഫ് ക്വാറൽ ആയിരിക്കും കുറച്ചുകൂടിയും അവിടെ ആക്യുറേറ്റ്. കാരണം എന്തൊക്കെയോ ഒരു വഴക്കിന് റീസൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പം അത് സംസാരിച്ച് നമുക്ക് തീർക്കാം എന്നതാണ്. മനസ്സിലായോ? അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ കഥയൊക്കെ ഒരു 16-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡോഗ് ഒരു ക്ലീൻ വലിയൊരു ബോൺ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് ചൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് എന്തുകൊണ്ടായിരിക്കും ആ ഡോഗ് അത് ചൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും അത് കടിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അല്ലേ, ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ചുമ്മാ ഒരു പട്ടി പോയിട്ട് ഒരു ഡോഗിനെ ഒരു ബോൺ എടുത്ത് അത് ചവച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് എന്തോ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അല്ലേ, എന്തുകൊണ്ട് ആ ഡോഗ് അത് എടുത്തു അല്ലേ. അപ്പം അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ വന്നാണ് ബോൺ ടു പിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യണം എന്ന മീനിങ് വന്നത് കേട്ടോ. നെക്സ്റ്റ്, ഗെറ്റ് ദ സാക്ക്. ചാക്കു എടുത്ത് നമുക്ക് പോകാം എന്നാണോ? എന്താണ് അതിൻ്റെ മീനിങ്? ഗെറ്റ് ദ സാക്ക്. കം ഓൺ, ടു ഗെറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ
ബൈ ഹാർട്ട് പഠിക്കുന്നതിലും ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കേട്ടോ. അതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ഗെറ്റ് ദ സാക്ക്. അതായത് ഈ പണ്ട് കാലത്തുണ്ടല്ലോ, ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എന്താ ജോലി ഇല്ലെങ്കിൽ, അതായത് ഒരാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പണി എന്ന് പറയുമ്പോൾ ഓഫീസ് ജോബൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഈ എന്താ പറയുക, പറമ്പിൽ പണി, അല്ലെങ്കിൽ പറമ്പിൽ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള വീട്, ബിൽഡിങ്, അങ്ങനത്തെയൊക്കെ. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെയൊക്കെ വീടുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പണി ഒക്കെ ഈ കോൺട്രാക്ട് ബേസിസിലും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം പെട്ടെന്ന് വർക്കേഴ്സിനെയൊക്കെ ചിലപ്പം പിരിച്ചുവിട്ടെന്നിരിക്കും. ഇന്നിപ്പോൾ ബംഗാളികളാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ ഈ പണിക്കാർ പറമ്പിലെ പണിയാവാം, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങനത്തെ പണികളാവാം, വയലിലെ പണിയാവാം. അപ്പോൾ ഇന്ന് കാണുന്ന ഒരാളായിരിക്കില്ല, ഇന്നൊരാൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അയാളെ പിന്നെ ചിലപ്പോൾ അപ്പം തന്നെ അങ്ങ് വിട്ടെന്നിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ വിടുന്ന സമയത്ത് അവനൊരു ചാക്കും കൂടെ കൊടുക്കും. മനസ്സിലായി? ഒരു സാക്ക്, ഒരു ചാക്കും കൂടെ കൊടുത്തിട്ട്, നിൻ്റെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, നിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ അതിനകത്ത് പറക്കി കെട്ടി നീ അങ്ങ് പൊക്കോ. മനസ്സിലായോ? അപ്പം അങ്ങനെ ഡിസ്മിസ് ചെയ്യുന്നതിൻ്റെ അന്നത്തെ, ഇപ്പോഴാണ് നമ്മൾ പറയും യു ആർ ഫയേർഡ് അല്ലേ, ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ യു ആർ ഫയേർഡ് എന്ന് പറയും അല്ലേ. പക്ഷെ അന്ന് ഈ ഗെറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു മീനിങ്ങാണ്. പണിക്കാരെ അങ്ങ് പറഞ്ഞു വിടുക. അപ്പോൾ അതിന് കാരണമൊന്നുമില്ല. അപ്പോൾ ആ പിരിച്ചു വിടുമ്പോഴത്തേക്കും പറയും ഗെറ്റ് ദ സാക്ക്, നീ നിൻ്റെ ചാക്കും എടുത്ത് നിൻ്റെ സാധനങ്ങളെല്ലാം കെട്ടിപ്പൂട്ടി അങ്ങ് പൊക്കോ. ആ ഒരു സെൻസിലാണ് ഗെറ്റ് ദ സാക്ക്, വിച്ച് മീൻസ് നമ്മൾ ഇങ്ങനെ ഡിസ്മിസ് ചെയ്ത് വിടുക, പറഞ്ഞു വിടുക എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഒരു 10 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. എന്താ അത്? ഫ്രം ദ ഹോഴ്സസ് മൗത്ത്, വിച്ച് മീൻസ് എന്താണ്? കുതിരയുടെ വായിൽ നിന്നോ? ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കോ, വളരെ മനോഹരമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും ചില സമയത്ത്. ഓക്കെ, ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. അതായത് ഈ എപ്പോഴും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്ന് വെച്ചാൽ പണ്ടത്തെ എനിക്ക് അറിയാമായിരുന്നു എന്നല്ല. ഈ ഹോഴ്സിൻ്റെ വായിലെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു കുതിരയെ വിൽക്കണമെങ്കിൽ എന്താ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ സെല്ലേഴ്സ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഇതിൻ്റെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹോഴ്സിൻ്റെ മൗത്ത്, വാ തുറന്ന് വെച്ച് അതിൻ്റെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഏജ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റ് അതിൻ്റെ വാ തുറന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, ഓക്കെ ഇതാണ് ഇതിൻ്റെ ഏജ് എന്ന് മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു ഹോഴ്സിൻ്റെയൊക്കെ സെല്ലിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഹോഴ്സസ് മൗത്ത്, ആ കുതിരയുടെ വായിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു റിലയബിൾ സോഴ്സിൽ നിന്നാണ്. കാരണം വാ തുറന്ന്, ആ കുതിരയുടെ വാ തുറന്ന് പല്ല് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുതിരയുടെ വായിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും റിലയബിൾ സോഴ്സാണ്. കാരണം വാ തുറന്ന് പല്ല് നോക്കിയിട്ടാണല്ലോ ഏജ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ, മറ്റൊരാൾ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഫ്രം ദ ഹോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഫ്രം എ റിലയബിൾ സോഴ്സ്, വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്നാണ് അല്ലേ. ഇതിനപ്പുറം പ്രത്യേകിച്ചൊന്നും നമുക്ക് നോക്കാനില്ല. കാരണം കുതിരയുടെ വായിൽ നിന്ന് നോക്കി പല്ല് നോക്കിയിട്ടാണ് ഏജ് കണ്ടുപിടിച്ചത്. അപ്പം ഇതിനപ്പുറം ഇനി നമുക്ക് വേറെ ഒരിടത്തുനിന്ന് നമുക്ക് ആൻസർ കിട്ടാനില്ല. ഓക്കെ, അപ്പം അങ്ങനെ കുതിരയുടെ പല്ല് നോക്കി ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നു, നേരിട്ട് തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് സത്യസന്ധമായ ഒരു സോഴ്സ് എന്നുള്ളൊരു മീനിങ് വന്നത് കേട്ടോ. നെക്സ്റ്റ്, എ ബ്ലാക്ക് ഓക്സ്. ഓക്കെ, എ ബ്ലാക്ക് ഓക്സിന്റെ മീനിങ് എന്താ? എ ബ്ലാക്ക് ഓക്സ്, ബ്ലാക്ക് ഓക്സ്. ഓക്കെ, ബ്ലാക്ക് ഓക്സ് എപ്പോഴും ഒരു ബാഡ് ലക്കിനെയാണ്, ബാഡ് ലക്ക്, ഒരു മിസ്ഫോർച്യൂണിനെയാണ് സൂചിപ്പിക്കുന്നത്. ബാഡ് ലക്കിനെയാണ്, ഒരു മീൻസ് ഒരു ഐശ്വര്യമില്ലാത്ത ആ ബാഡ് ലക്കിനെയാണ്. കാരണം ബ്ലാക്ക് ഓക്സ്, ഈ ഓക്സ് എപ്പോഴാണ് ബ്ലാക്ക് ആവുന്നത് വെച്ചാൽ അത് വയസ്സായി കഴിയുമ്പോഴാണ് അത് ബ്ലാക്ക് ആയിട്ട് വരുന്നത്. മനസ്സിലായോ?
ഓക്സ് എപ്പോഴും വയസ്സായി കഴിയുമ്പോഴാണ് ബ്ലാക്ക് ആവുന്നത്. അപ്പോൾ വയസ്സായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതൊരു എന്താ പറയുക, ഒരു ബാഡ് ലക്കിൻ്റെ സിമ്പിളാണ് ഓൾഡ് ഏജ്. അപ്പോൾ ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഒരു ബാഡ് ലക്കിൻ്റെ ഒരു സിമ്പിളാണ് ബ്ലാക്ക് ഓക്സ്. അങ്ങനെയാണ് പണ്ടത്തെ ആളുകൾ കരുതിയിരുന്നത് കേട്ടോ. ഓക്കെ, ശരി. ടച്ച് ആൻഡ് ഗോ, ടച്ച് ആൻഡ് ഗോ. വന്ന് തൊട്ടിട്ട് പൊക്കോ എന്നാണോ? ടച്ച് ആൻഡ് ഗോ. വാട്ട് ഡു യു മീൻ ബൈ ടച്ച് ആൻഡ് ഗോ? ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ പറ്റും. നിങ്ങളുടെ ലൈവ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രാക്ടീസ് വീഡിയോസ് ഒരുപാട് കാണാൻ പറ്റും. ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വേസ്റ്റ്, ഡേഞ്ചറസ് ആൻഡ് അൺസർട്ടൺ. കണ്ടക്ട് സീക്രറ്റ്ലി, പ്ലെസന്റ് ആൻഡ് സർട്ടൺ എന്നാണോ? നമ്മളെ ടച്ച് ആൻഡ് ഗോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഒരു പാത്രം കിച്ചണിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാത്രം മീൻസ് ആ പാത്രത്തിനകത്ത് എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തു. ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോക്കുവാണ്, ഓക്കെ ആ ചൂട് പോയോ ഇല്ലയോ അല്ലേ. അപ്പോൾ നമ്മൾ ആ പാത്രത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നമ്മളങ്ങ് മാറുക. അപ്പോൾ നമുക്ക് ഉറപ്പില്ല ഇത് ശരിയാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ആ ഉറപ്പില്ലാത്ത എന്നാൽ അതൊരു ഭയങ്കര ചൂടാണ്, എന്ത് ചെയ്യും? കൈ പൊള്ളുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തൊട്ടിട്ടങ്ങ് മാറും അല്ലേ. ആ പാത്രത്തിൽ പെട്ടെന്ന് നമ്മൾ തൊട്ടിട്ടങ്ങ് മാറും. അപ്പോൾ സത്യത്തിൽ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ തൊട്ടിട്ട് മാറുന്നത്. ചൂടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഡേഞ്ചറസ് ആൻഡ് അൺസർട്ടൺ. അത് റിസ്കി ആയിട്ടുള്ളൊരു കാര്യം കൂടെ ആണ്. കാരണം ഭയങ്കര ചൂടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? കൈ പൊള്ളി പോകത്തില്ലേ. അപ്പോൾ എന്നാൽ നമുക്ക് ഉറപ്പില്ല, അതുകൊണ്ട് നമ്മളത് തൊട്ടിട്ട് അങ്ങ് ഓടിപ്പോവും അല്ലേ. ആൻഡ് ദാറ്റ് ഇസ് എ റിസ്കി തിങ്. ശരി, ഇൻ ദ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ ബ്ലാക്ക്, ഇൻ ദ ബ്ലാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും, ഇതുപോലെയൊക്കെയാണ് ഇഡിയംസ് പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു ദിവസം ഒരു 5 ഇഡിയംസ് നോക്കിയാലും മതി, 5 ഇഡിയംസ് നോക്കിയാൽ മതി. ഓക്കെ, ആഴ്ചയിൽ ഒരു 2 ദിവസം വൊക്കാബിന് വേണ്ടി മാറ്റി വെക്കുക, 2 ദിവസം വൊക്കാബിന് വേണ്ടി മാറ്റി വെക്കുക. ഒരാഴ്ചയിൽ ഒരു 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into 2 ഒരു 10 ഇഡിയംസ് വീക്ക്ലി ഒരു 10 ഇഡിയംസ് പഠിച്ചാൽ മതി. അതപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്കും 40 ഇഡിയംസ് ആവും. ഓക്കെ, അതൊരു 10 മാസമായി കഴിയുമ്പോഴത്തേക്കും 400 ഇഡിയംസ് ആവും. പോരെ? അതിൽ കൂടുതൽ വേണോ? അത്രയും തന്നെ എല്ലാം തന്നെ കവറാവും. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇൻ ദ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ ബ്ലാക്ക് ഒരു കമ്പനിയെ കുറിച്ചൊക്കെയാണ് സാധാരണ ഇൻ ദ ബ്ലാക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ കണ്ടീഷനിലായിരിക്കുമ്പോഴാണ് ഇൻ ദ ബ്ലാക്ക് എന്ന് പറയുന്നത്. ദ കമ്പനി ഈസ് ഫൈനലി ഇൻ ദ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രോഫിറ്റബിൾ ആയിട്ട് ഫിനാൻഷ്യലി നല്ല രീതിയിലാണ് അവർ പോകുന്നത്, കടമൊന്നുമില്ല. അതിനെയാണ് നമ്മൾ ബ്ലാക്ക്, ഇൻ ദ ബ്ലാക്ക് എന്ന് പറയുന്നത് അല്ലേ. ബ്ലാക്ക് ദോ ഒരു ചിലരത് നെഗറ്റീവ് സെൻസിലായിട്ട് ബ്ലാക്ക് കൺസിഡർ ചെയ്യുമെങ്കിലും കമ്പനിയുടെയൊക്കെ കേസിൽ അതൊരു പോസിറ്റീവ് ആണ്. ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആണ്, ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ എന്നൊക്കെയുള്ളൊരു മീനിങ്ങിലാണ്. അപ്പോൾ കമ്പനിയിൽ ഇൻ ദ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആയിട്ടാണ് നടക്കുന്നത്. നെക്സ്റ്റ്, ഗ്രേ മാറ്റർ. ഗ്രേ മാറ്റർ, വാട്ട് ഡു യു മീൻ ബൈ ഗ്രേ മാറ്റർ? ഓപ്ഷൻസ് ഒക്കെ കണ്ടാലേ നല്ല രസമാണ്. നമുക്ക് അത് എന്ന് വെച്ചാൽ അത്ര നമുക്ക് അങ്ങോട്ടേക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റില്ല. ഗ്രേ മാറ്റർ അതായത് നമ്മുടെ ബ്രെയിൻ ഇസ് സപ്പോസ് ടു ബി ഗ്രെയിൻ കളർ. ഓക്കെ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഗ്രേ കളറിലാണ് പൊതുവെ പിക്ചേഴ്സിലും എല്ലാം കാണപ്പെടുന്നത്. ഗ്രേ കളറാണ് നമ്മുടെ ആ ബ്രെയിൻ ടിഷ്യൂ എന്ന് പറയുന്നത്, ഒരു ഗ്രേ കളറിലാണ്. അപ്പോൾ ഗ്രേ മാറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻ്റലക്റ്റ് ആണ്, നമുക്ക് ഭയങ്കര ഇൻ്റലിജൻസ് ഉണ്ട്, നമുക്ക് ഇച്ചിരി വിവരവും ബോധമൊക്കെ ഉള്ളതിനെയാണ് ഗ്രേ മാറ്റർ ആയിട്ട് പറയുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ സെൽസ്, ബ്രെയിൻ ടിഷ്യൂ പൊതുവെ ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേ മാറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബ്രെയിൻസ് ഉണ്ട്, ഇൻ്റലക്റ്റ് ആണ് എന്നുള്ളൊരു സെൻസാണ് കേട്ടോ. അടുത്തത്
ഫെദർ ബ്രെയിൻഡ്. അപ്പോൾ മൊത്തം ഇനി ഒരു 5 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ 20 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തേക്കുള്ള ഉണ്ട്. എന്നാലും നിങ്ങൾ ഈ വീക്ക് ഇനി നോക്കിയില്ലെങ്കിലും അടുത്ത ആഴ്ച ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒന്ന് നോട്ട് ചെയ്ത് എവിടെയെങ്കിലും വെക്കുക കേട്ടോ. കാരണം അവസാനം അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഫെദർ ബ്രെയിൻഡ്. ഈ തൂവൽ പോലത്തെ തലച്ചോറെന്ന് പറഞ്ഞാലേ, തൂവലെന്ന് പറഞ്ഞാൽ എന്താണ്? ഫെദർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? പലരും അത് ഭയങ്കര സില്ലി ആയിട്ട് എടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഭയങ്കര സിമ്പിളാണ്, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്തൊന്നും ഇല്ല, ഭയങ്കര സില്ലി. അപ്പോൾ നമ്മുടെ ഫെദർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ മറക്കുന്നു. ഒന്നും നമ്മൾ അങ്ങ് തലയ്ക്കകത്തോട്ട് അങ്ങ് വെക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ചുമ്മാ സില്ലി ആയിട്ട് കാണുന്നു. നമ്മുടെ തലയ്ക്കകത്തൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഫെദർ ബ്രെയിൻഡ് എന്ന് പറയുന്നത്. സില്ലി അല്ലെങ്കിൽ പലപ്പോഴും സില്ലി അതിന് അത്ര നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിക്കില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ മറക്കും. മനസ്സിലായി? ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫെദർ ബ്രെയിൻഡ് ആണെങ്കിൽ നിങ്ങളിത് അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. നിങ്ങളത് മിസ് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ചിലപ്പം 2 ആഴ്ച കഴിയുമ്പോൾ അയ്യോ മിസ് അങ്ങനെ പറഞ്ഞായിരുന്നു അല്ലേ? യു കീപ് ഫോർഗെറ്റിംഗ് തിങ്സ്. അപ്പോൾ ആ ഫെദർ ബ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലൈറ്റായിട്ട് ഭയങ്കര എംപ്റ്റി ഹെഡഡ് ആണ്. നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു, പലതിനും അത്ര വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതാണ് ഫെദർ ബ്രെയിൻഡ്. നെക്സ്റ്റ്, ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ലിപ്സ്. ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ്. Okay, between the cup and the lips. ഇതിപ്പോൾ റെക്കോർഡഡ് പ്രീമിയർ ചെയ്യുന്ന സമയത്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആൻസറൊക്കെ ഒന്ന് അയക്കുക കേട്ടോ. എന്താണ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ്? കപ്പിനും ലിപ്സിനും ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ okay. On the point of achievement, by any means, straight talks. Okay. എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഉറപ്പുണ്ടെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം നടക്കും എന്ന് നമ്മൾ വിചാരിച്ചാലും ഫൈനലി അത് ചിലപ്പം റോങ് ആയിട്ട് വരാം അല്ലേ? കീപ്പ് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനൻറ്റ്. കേട്ടിട്ടുണ്ടോ? കീപ്പ് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ് ഇസ് പെർമനൻറ്റ്. അതായത് ഒരു കാര്യം നടക്കുന്നത് വരെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക. കാരണം ചില കാര്യങ്ങൾ അങ്ങനെ നടക്കാതെ ചിലപ്പോൾ പോകാം അല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കപ്പിനകത്ത് ചായയോ അല്ലെങ്കിൽ വാട്ടറോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളിങ്ങനെ ചുണ്ടോട് ചേർത്ത് നമ്മളിങ്ങനെ കുടിക്കാനായിട്ട് നിൽക്കും അല്ലേ? അപ്പോൾ അതിനകത്ത് വരെ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ചിലപ്പോൾ സംഭവിക്കാം, ഒരു സ്ലിപ്പ് പോലെ സംഭവിച്ചേക്കാം അതിനകത്ത് വരെ. അപ്പോൾ സ്ട്രെയിറ്റ് ടോക്സ് അല്ല, ബൈ എനി മീൻസ് അല്ല. പിന്നെ ഇറ്റ് ഈസ് ഓൺ ദ പോയിന്റ് ഓഫ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ അച്ചീവ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കാം, പക്ഷേ ചില സമയത്ത് റിവേഴ്സും സംഭവിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് എക്സാക്റ്റ് ആൻസർ ഇവിടെ കിടപ്പില്ല. കറക്റ്റ് ആൻസർ ഇവിടെ കിടപ്പില്ല. പക്ഷേ നമുക്ക് ഉള്ളതിൽ ബെറ്റർ ചില സമയത്ത് അങ്ങനെയാണ്. എക്സാക്റ്റ് ആൻസർ കണ്ടില്ലെങ്കിൽ തമ്മിൽ ഭേദം എന്താണോ അതെടുക്കുക. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തിങ്സ് ക്യാൻ സ്റ്റിൽ ഗോ റോങ് ഈവൻ ഇഫ് യു എക്സ്പെക്റ്റ് എ ഗുഡ് ഔട്ട്കം. ഓക്കെ, തിങ്സ് ക്യാൻ ഗോ റോങ്, അങ്ങനെ തെറ്റായിട്ട് വരാം. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ്മെൻറ്റ് എന്നല്ല. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വേണമെങ്കിൽ ഇവിടം വരെ കൊണ്ടെത്തിച്ചാലും ചിലപ്പം ഒന്ന് കപ്പ് കൈതട്ടി താഴെ പോയില്ലേ? മനസ്സിലായി? അപ്പോൾ തിങ്സ് ക്യാൻ സ്റ്റിൽ ഗോ റോങ്. അപ്പോൾ ഓൺ ദ പോയിന്റ് ഓഫ് അച്ചീവ്മെൻറ്റ് തിങ്സ് ക്യാൻ ഗോ റോങ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യാണ്. തിങ്സ് ക്യാൻ ഗോ റോങ്. നമ്മൾ ജയിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ചിലപ്പോൾ ഒരു ലാസ്റ്റ് സെക്കൻഡിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായേക്കാം.
Next, get your walking papers. Get your walking papers. Okay. എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ചാക്കു എടുത്ത് വെക്കോ എന്ന് പറഞ്ഞ പോലെ തന്നെ ടു ഗെറ്റ് ഫയർഡ് ഫ്രം ദ ജോബ്. ഓക്കെ, പണ്ട് ചാക്കു കൊടുത്തായിരുന്നു വിട്ടോണ്ടിരുന്നത്, ഇപ്പോൾ വാക്കിംഗ് പേപ്പേഴ്സ്, നിങ്ങളുടെ ഡോക്യുമെൻസും ഫയലും ഒക്കെ എടുത്ത് അങ്ങ് പൊക്കോ. മനസ്സിലായോ? അപ്പോൾ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പേപ്പേഴ്സും എടുത്ത് അങ്ങ് പൊക്കോ. പണ്ട് ചാക്കു കൊടുത്തുകൊണ്ടിരുന്നു, ഇപ്പോൾ അത് വാക്കിംഗ് പേപ്പേഴ്സായി. അപ്പോൾ ഫയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പൊക്കോ. ടു ഗെറ്റ് ഫയർഡ് ഫ്രം ദ ജോബ്. നെക്സ്റ്റ്, നോ ദ റോപ്സ്. നോ ദ റോപ്സ്. ടു നോ ദ റോപ്സ്. കയർ അറിയണം എന്ന് വെച്ചാൽ ടു നോ ദ റോപ്സ്. അതായത് ഈ പണ്ട് കാലത്ത് ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ, അന്നൊന്നും ഇന്നത്തെ അത്രയും ഫെസിലിറ്റി ഇല്ലല്ലോ, ഈ 15th century 16th centuryയിലൊക്കെ. അപ്പോൾ ആ കറക്റ്റ് ക്യാപ്റ്റന് ആ റോപ്പ് എങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ, എങ്ങോട്ട് പിടിച്ച് പുള്ളി ചെയ്താൽ ഇത് മൂവ് ചെയ്യും എന്നറിയാം ആ ഷിപ്പ്. ഓക്കെ, ഇത്ര ആംഗിളിൽ ഇങ്ങോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിപ്പ് ഇങ്ങോട്ട് ടേൺ ചെയ്യും, ഇത്ര ആംഗിളിൽ ഇപ്പുറത്തോട്ട് പുള്ളി ചെയ്താൽ ആ ഷിപ്പ് ഇങ്ങോട്ട് ടേൺ ചെയ്യും. അപ്പോൾ റോപ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് അതിൻ്റെ കൺട്രോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം, ആ ഷിപ്പിൻ്റെ അത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ തിരിക്കണം എന്ന് അറിഞ്ഞാൽ മാത്രമേ, നമ്മൾ ആ റോപ്പിനെ അറിയണം, ആ റോപ്പിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ഷിപ്പിൻ്റെ കൺട്രോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് നോ ദ റോപ്സ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ക്യാപ്റ്റന്, ആ സെയിലറിന് മാത്രമേ റോപ്പിനെ ഇന്ന സൈഡിലോട്ട് പുള്ളി ചെയ്താൽ ഇത് ഇങ്ങോട്ട് മാറും എന്ന് പറയും. അപ്പോൾ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. And moving on to the last question, run out of steam. Run out of steam. എന്തായിരിക്കാം അതിൻ്റെ മീനിങ്? നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഇഡിയമാണ് ടു റൺ ഔട്ട് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്? റൺ ഔട്ട് ഓഫ് സ്റ്റീം. ഇറ്റ് മീൻസ് സ്റ്റീം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ആ ഒരു എനർജി അങ്ങ് പോകുന്നതിനെയാണ് സ്റ്റീം പോവുക. അതായത് ഈ ഏറ്റവും ആദ്യം സ്റ്റീം എൻജിനൊക്കെ വരുന്ന സമയത്ത് സ്റ്റീം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ട്രെയിൻ മൂവ് ചെയ്യില്ല അല്ലേ, സ്റ്റീം എൻജിൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ ആ എൻജിൻ വർക്ക് ആവണമെങ്കിൽ സ്റ്റീം പ്രോപ്പറായിട്ട് തന്നെ പോകണം. പക്ഷെ ആ സ്റ്റീം തീർന്നു കഴിഞ്ഞാൽ എൻജിൻ പിന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവില്ല. സോ ടു റൺ ഔട്ട് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എനർജിയൊക്കെ പോയി, നമ്മുടെ ആ ഒരു എന്തൂസിയാസം ഒക്കെ പോയിട്ട് പിന്നെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. സോ നമ്മുടെ എനർജി പോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റൺ ഔട്ട് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഓൾ. ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ സേവ് ചെയ്യുക ഇൻ ദ സെൻസ് ഡൗൺലോഡ് ചെയ്ത് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഇട്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഈ ലൈക്ഡ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. ടിൽ ദെൻ, ബൈ ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ.